ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഗൈസ് അധികം പറയില്ല, കാരണം ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കുറേ ഗൈസ് കേട്ടു. ഓക്കെ, വൈദവ മീറ്റ്സ് കൃഷ്ണഗാഥ. കൃഷ്ണഗാഥയല്ല, ഗാഥ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങളിന്ന് ഗായിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം എണീറ്റിട്ടുള്ളൂ. സമയം 8:10 ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്ന് നേരത്തെ എണീറ്റുണ്ട്. കാരണം ഞങ്ങൾ ഇന്നലെ കിടന്നത് 12:30 1 മണി കഴിഞ്ഞിട്ടുണ്ട്. സോ എന്നിട്ട് ഞങ്ങൾ നേരത്തെ എണീറ്റു. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം ഇന്നത്തെ ഫുൾ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. ഇനി ഞാൻ ബാൽക്കണിത്തെ വ്യൂ കാണിച്ചു തരാം. രാവിലെ ആരൊക്കെ നടന്നു പോകണൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബാൽക്കണി ഞങ്ങള് വളരെ നല്ല കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും, കിടന്ന ഇതൊക്കെ മാറ്റി വെക്കും. സോ നിവി ഇവിടെ കുറെ പടങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇന്ന് വെയിലിന്റെ ദിവസമാണ്. ക്യാരമൽ എന്നല്ല, വേറെ ഏതോ കളറാണ് ഗൈസ്. എന്റെ ഹെയർ കളർ ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണുന്നുണ്ടല്ലേ. നമ്മളെ ഇന്നത്തെ പ്ലാൻ പറ, ടൂർ കോർഡിനേറ്റർ. ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ നേരത്തെ എണീക്കേണ്ട നമ്മളായിരുന്നു, പക്ഷെ നമ്മളിപ്പോഴാണ് എണീച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നെല്ലാർച്ചാൽ പോകും. നെല്ലാർച്ചാൽ പോയി കുറേ ഫോട്ടോ എടുത്തിട്ട് പറ്റുവാണെങ്കിൽ നമ്മളൊരു ഹിൽ ടോപ്പ് പോകും. അവിടുന്ന് കുറേ വ്യൂസ് കണ്ട് നമ്മൾ റിസോർട്ടിൽ പോകും. വിൽ എൻജോയ്. ഓക്കെ, ബൈ. ഈ വീട് ഫുൾ ഗാറ്റുമുള്ളിയാണ്. അല്ല, അവളൊരു മൂലയിലേ ഉള്ളൂ, ബാക്കി ഇവിടെ എവിടെ കണ്ടോ. ആദ്യം തിരക്കിലുണ്ട്. ഹായ്, ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായി പോവാൻ പോവാണ്. എല്ലാവരും റെഡിയായി ഇറങ്ങാനായിട്ടോ. സോ വ്ളോഗ് ഞങ്ങൾ പോവാണ്. ഞാൻ അമ്മനെ കാണിച്ചു തരാം. അമ്മ, അപ്പം ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് ഇറങ്ങാൻ കേട്ടോ. ലൈറ്റ് ഓഫ് ഇട്ട് ഞങ്ങൾ മഴയൊക്കെ പ്രതീക്ഷിച്ച് റെയിൻകോട്ടൊക്കെ എടുത്താണ് വന്നത്. പക്ഷെ ഞങ്ങളൊരു ഭാഗ്യമുള്ളതുകൊണ്ട് മഴയൊന്നും ഇല്ല, നല്ല വെയിലാണ്. സോ നമ്മൾ റിസോർട്ടിൽ പോയി റീൽസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യും. കണ്ടോ എനിക്ക് എത്ര സപ്പോർട്ടീവായിട്ട് റീൽസ് എടുക്കാൻ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം. ഇവിടെ ഒരു അതിഥി ഉണ്ട്. ഇതാണ് വയ്യാത്ത ആളാണ്. ഇവരൊക്കെ കണ്ട് അവൻ കുരയ്ക്കുവാണ്. നമ്മൾ ബൈ പറയാണ്. അച്ഛമ്മ ഇരിക്കണ്ട അവിടെ. മുടി നമുക്ക് കെട്ടിയിടാം, ബിക്കോസ് അവിടെ എത്തിയിട്ട് അയച്ചിടാം. ഒറ്റക്ക് വർത്താനം പറയും. നല്ല സ്കൈ ക്രാബ് വെച്ചിട്ടില്ലേ? ആവശ്യമുള്ള സാധനങ്ങൾ
ചക്ക പോലെ കൊള്ളാട്ടോ. പൂവിന്റെ വെയിറ്റ് താങ്ങുന്നില്ല സാധനം, ചെടി വീഴുക. എനിക്ക് നല്ല ചൂട് കിട്ടും ഇതിന്റെ സ്ഥലത്തിന്റെ പേരെന്താ? സ്ഥലത്തിന്റെ പേരെന്താ? നെല്ലാർച്ചാൽ എത്തി നമ്മൾ. ഓക്കെ, നല്ല സൂപ്പർ സ്ഥലമാണ്. പക്ഷെ മഴയില്ല. മഴ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കായിരുന്നു. നല്ല സ്ഥലമാണ്, സൂപ്പർ. റീലൊക്കെ എടുക്കാൻ പറ്റിയ ഇവിടെ വന്നിട്ടില്ല അല്ലേ വയനാട്ടുകാർ ഇതൊന്നും കാണാത്ത. അല്ലെ കണ്ട് ഇവിടുന്ന് റീൽ എടുക്കണമെന്ന് ബോധമൊന്നുമില്ലായിരുന്നു. ഞാൻ കണ്ടിട്ട് പോകും. എന്ത് രസമല്ലേ കാണാൻ. വേറൊരു വഴിയുണ്ട് ഇതൊക്കെ കാണണം ഗൈസ്. എപ്പോഴും നമ്മളിങ്ങനെ പണിക്ക് പോവാ എപ്പോഴും നമ്മൾ പണിക്ക് പോവാ, ലീവ് കിട്ടാ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ് ലീവ് കിട്ടൂല, അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവും അല്ലേ? യെസ് യെസ്. നമ്മളതൊന്നും നോക്കി നിൽക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമുക്ക് പറ്റണത്ര ലീവ് എടുക്കുക, വരിക, എൻജോയ് ചെയ്യാം. അതാ അങ്ങനെയല്ല, എന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്താൽ. കാരണം ഇതൊക്കെ കാണേണ്ട സാധനമല്ലേ, ഇത്ര ഇതൊക്കെ വരും കേട്ടോ. ഇതൊക്കെ എൻജോയ് ചെയ്യണം, അല്ലാതെ എന്ത് ലൈഫാണ്. ഓക്കെ, ബാക്കി കാണിച്ചു തരാം. നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല കാറ്റുണ്ട്. നമുക്ക് 1 hour അച്ഛൻ പറഞ്ഞത്. 1 hour തിരിച്ചു വരണം എന്നാണ് അച്ഛൻ്റെ ഓർഡർ. സോ നമ്മൾ 1 hour ചാടി പറഞ്ഞ് തിരിച്ചു വരും. നല്ലൊരു സമാധാനം. യെസ്, സമാധാനം. ഇവിടെ ഫോട്ടോ നല്ല ലൈറ്റ് അവിടെ. ഞങ്ങൾ ഒരേ സെയിം കോസ്റ്റ്യൂമാണ്. ഞാൻ പോയില്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. ഓടി വാ. ഇത്രയും മതി. ഓക്കെ, ഓഫ് ആക്കിട്ടൊന്നും ഓണാക്കോ. എന്നിട്ട് എല്ലാവരും ഓടി വരാൻ പറ. അപ്പൊ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാൻ പറയാം. ഞങ്ങള് ഇവിടുത്തെ കഴിഞ്ഞു ഗൈസ്. ഇവിടുത്തെ ഞങ്ങളുടെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും സൂപ്പറല്ലേ? കയറ്റം കയറാണ്. അച്ഛൻ വന്ന സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. കറക്റ്റാ. പങ്ക്ച്വൽ ഗേൾസ്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മഞ്ഞപ്പാറ. അതുകൊണ്ടാണോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല, മഞ്ഞപ്പാറ ആയതുകൊണ്ടാണോ നീ മഞ്ഞ റെയിൻകോട്ട് എടുത്തത്? ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ചിട്ടക്ക്. സോ മഴയില്ല, മഴ പെയ്തിട്ട് വേണം റെയിൻകോട്ട് ഇടാൻ. മഴയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അപ്പം ഞങ്ങൾ നടക്കണം, കുറച്ച് കാണിച്ചു തരാം. കണ്ടോ, തിരിച്ച് കാണിച്ചു തരാം. കല്ലും മുള്ളും കാടും കടന്നു പോകുന്നു. പാറകളൊക്കെ ഉണ്ട്, എവിടത്തോ എന്തോ. മഴ നന്നായിട്ട് പെയ്യപ്പെട്ടുള്ളൂ. ഇവിടെ നമുക്ക് അച്ഛൻ 1 മണിക്കൂറാണ് തന്നിട്ടുള്ളത്. ഇതോടെ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, റിയലൈസേഷൻ. ഓ നിവി, ഞങ്ങൾക്ക്
എങ്ങനെ കയറ്റും കുന്ന് ഞങ്ങക്ക് പറ്റിയാണ് ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റുള്ളൂ. ഞങ്ങക്ക് കടലൊക്കെ ഞങ്ങനെ സമാധാനത്തോടെ ഇരുന്ന് തിന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാണ്. സമാധാനം, അതാണ് ഞങ്ങളൊരു ടേസ്റ്റ്. അതാണ് ഓക്കെ. ഇത് കാണുന്ന ആളുകൾ ഞങ്ങൾ ട്രക്കിംഗ് മോഡാണ് വിചാരിച്ചെങ്കിൽ തെറ്റി. അല്ല, ഞങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമില്ല. എനിക്കുണ്ട്. ഇല്ല, ആദ്യം ക്ഷീണിച്ചത് ഇവളാണ്. സോ ഞങ്ങൾ അധികം മലയൊന്നും കയറൂല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ചെറിയ ചെറിയ മല, ചെറിയ ചെറിയ കുഞ്ഞു. ബ്രേക്ക് എടുത്ത് കയറാം, പ്രശ്നമില്ല. ഇതിപ്പോ 1 മണിക്കൂർ ആയോണ്ടാ പ്രശ്നം. ഇതാണ് നമ്മുടെ ഓ ഇത് കൊക്കയാ. എവിടെ ഞങ്ങളിപ്പോൾ ഒരു സൂയിസൈഡ് പോയിന്റിലാണുള്ളത് എന്നാണ് തോന്നുന്നത്. ഫുൾ കൊക്കയാണ്. പിന്നെ എന്താ ഇവിടെ ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അത് കൊള്ളാം. പക്ഷെ അധികം ക്രൗഡഡ് ഒന്നുമില്ല. മഴയും കൂടെ പെയ്യണെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് എന്താ വീഡിയോ എടുത്ത് വരകയെന്ന് പോണെന്ന് തോന്നുന്നു. ആ ടോപ്പിലാണോ എത്തുക? മഞ്ഞപ്പാറയ്ക്ക് മഞ്ഞിട്ട് വന്ന കൃഷ്ണനാണ് എൻ്റെ ഹീറോ. നല്ല വ്യൂ. ഇതൊക്കെ കാണാൻ താല്പര്യമുള്ള ഒരു വയനാട്ടിലേക്ക് വരിക. കൊള്ളാം. ക്ഷീണിച്ചു ഗൈസ്. ഞങ്ങൾ ഈ സ്പോട്ട് കഴിഞ്ഞു. നമ്മൾ കൃഷ്ണനൊന്നും മുണ്ടൂല. കൃഷ്ണൻ അങ്ങനെ പ്രശ്നമുണ്ട്. അതായത് ഒരു 1 hour ഹൈപ്പർ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 hour ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മിണ്ടാണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഗൈസ് നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു. ചാർജ് ഇല്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഞാനിടാം. നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്യുന്നു. നമ്മളിവിടുത്തെ ചിക്കൻ ബിരിയാണി മേടിച്ചു. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. വെയിറ്റ് ഇപ്പം വരും നമ്മുടെ ബാക്കി ആൾക്കാർ. നമ്മൾ ഫുഡ് കഴിച്ചത് സൗഗന്ധിക. നമ്മൾ പോവാണ്. നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്താനായി. അപ്പോൾ കുറച്ച് ഓഫ് റോഡാണ്. ഓഫ് റോഡാണ് ഗൈസ്. അത് കാണുന്നുണ്ട്. പോട് അല്ല അറ്റെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതാണ് അറ്റം. നമ്മൾ ലക്കിടി വില്ലേജിലാണ് എത്തിയിരിക്കുന്നത് ഗൈസ്. എന്തുവാ ഇത്? തെത്തട്ട് നിവേദ്യ പ്രദീപ്. ഇവിടെ ഫുൾ ഇങ്ങനെ ഒരു മൂടിപ്പറച്ചൊരു കാലാവസ്ഥയാണ്. ഭയങ്കര എസ്തറ്റിക് ആണ്, എന്നാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ പൂള്, അവിടെ ഗെയിംസൊക്കെ ഉണ്ട്. സോ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. ഇത് നല്ല നല്ല സൂപ്പർ. എന്തോ നല്ല തണുപ്പായിരിക്കും. നല്ല രസമുണ്ട് കാണാൻ ആക്ച്വലി. നമ്മളിവിടെ ക്യാരംസ് കളിക്കുന്നു. ഇപ്പൊ അടുത്ത് പോയി അതിലാണെങ്കിൽ ഫോക്കസ് ആയാൽ മതിയായിരിക്കും. പോയിട്ടില്ല.
ഞാൻ. ചൂട് ചായ ഉണ്ട്. നമ്മളിവിടെ ചായ കുടിക്കുകയാണ് ഗൈസ്. ഞാൻ അപ്പം ഇനി നമ്മൾ നേരെ പൂള് പോവാണ്. ഗായത്രി മുരളി ഉണ്ട് അവിടെ. എല്ലാവരും ഡ്രസ്സ് മാറ്റുകയാണ് ഗൈസ്. സോറി ഗൈസ് ഇടക്ക് വെച്ച് മുകളിൽ പോയിട്ട് അവിടുത്തെ നമ്മുടെ വ്ലോഗ് എടുക്കണ കാര്യം മറന്നു. പൂളിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങള് ഡാൻസ് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അതായി അതിനുള്ള ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇതാണ് നമ്മുടെ ഹട്ട് അല്ല കയ്യില്. അപ്പോൾ ഞങ്ങള് ക്യാമ്പ് ഫയറിന് പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാനിതൊക്കെ വ്ലോഗ് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് പറ്റും കൃഷ്ണഗാഥ നിവേദ്യ പ്രദീപ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് ലാസ്റ്റത്തെ ഫുഡ് വന്നപ്പോൾ തൊട്ടുള്ള ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല ഗൈസ്. സോറി. സോ ഞങ്ങളിപ്പോൾ പോവും. അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേ ഒക്കേഷൻ കഴിഞ്ഞിട്ട് പോവാണ് ഗൈസ്. ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. സൂപ്പറായിരുന്നു. ഇനി തിരിച്ച് നമുക്ക് നാട്ടിലെത്തണം. ഓക്കെ.